ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. എ സ്പെഷ്യൽ സൺഡേ ഇൻ അവർ ലൈഫ്. ഗുഡ് മോർണിംഗ്. സാധാരണ 5 മണിക്കാണ് എണീക്കുക. പക്ഷേ ഞായറാഴ്ച മാത്രം 5:30 ആവും എഴുന്നേറ്റ് വരാൻ. ഷെഫ്ക പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാണ് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഈ സമയത്ത് ഞാൻ പുറത്ത് വെക്കും. അതിനുശേഷമാണ് നിസ്കാരത്തിന് പറ്റിയിട്ട് പോകുന്നത്. ദൂരെ അമ്പലത്തിൽ നിന്ന് പാട്ടുകളൊക്കെ കേൾക്കാം. എണീച്ച് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജലദോഷമായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ചായ കുടിക്കുന്നതിന് മുമ്പ് റവ ഞാൻ വറുത്ത് വെക്കണം. പിന്നെ എനിക്ക് ഈ സൺഡേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ സ്കിപ്പ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഈ ചായ കുടിയാണ്. രാവിലത്തെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, സംസാരിക്കും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഷെഫ്ക ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. ഹോളിഡേ മദ്രസയാണ് മോക്കുള്ളത്. അപ്പോൾ രാവിലെ 7:30 മദ്രസ തുടങ്ങും. 7:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവളെ ഞാൻ വിളിച്ചു. അതിനുശേഷം ഞാൻ രാവിലെയാണ് ലോണ്ട്രി എന്ത് കാര്യങ്ങളും ചെയ്യുക. അലക്കാനുള്ളത്, ചിക്കാനുള്ളത്, മടക്കാനുള്ളത്, അങ്ങനെ ലോണ്ട്രീൻ്റെ എല്ലാ കാര്യങ്ങളും രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണെങ്കിലും ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേറ്റ് വരാൻ. എന്നാലും പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് മദ്രസയിലേക്ക് പോവുകയാണ്. ആറിയിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ആറിയിടാണ്. പിന്നെ ചെടി ഞായറാഴ്ച മാത്രമേ എനിക്ക് നനയ്ക്കാനുള്ള സമയം കിട്ടാറുള്ളൂ. ബാക്കി ദിവസങ്ങളും ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കുകയാണ്. അതേപോലെ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തപ്പം ചെറിയ മോൾ എണീറ്റു. മോൾക്ക് ഭക്ഷണം കൊടുത്തു. ഉപ്പുമാവ് താല്പര്യമില്ലാത്തതാണ്, പിന്നെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. സൺഡേ പൊതുവേ എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്ന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും ബോട്ടിങ്ങിന് പോകുന്നുണ്ട്, ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ അതിനുള്ള സ്നാക്സ് പ്രിപ്പറേഷൻ ഉണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നില്ല. എന്നാലും മുകളിൽ മാത്രം കുറേ ചെയ്യേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ചെയ്യണം. മാത്രമല്ല, ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ടി വന്നില്ല. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. എല്ലാ സൺഡേയിലുമാണ് ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി വിരിക്കുകയാണ്.
അതുപോലെ മാറാല ഉണ്ടാവും. മാറാലൊക്കെ ആഴ്ചയിൽ എനിക്ക് തട്ടാൻ പറ്റില്ല, അതും ക്ലീൻ ചെയ്യാണ്. ക്ലീനിങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പണിയാണ്. ആഴ്ചയിലൊരിക്കലാണ് ചെയ്യുക. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇത്ര പണിയില്ലല്ലോ. ഇനി അങ്ങനത്തെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗം ജനൽ മാത്രം ഞാൻ ക്ലോസ് ചെയ്യുന്നുള്ളൂ. കർട്ടൻ ഇടുന്നതും ചൂട് കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വൈകുന്നേരത്തെ ബോട്ടിങ്ങിനുള്ള സ്നാക്സ് പ്രിപ്പറേഷനാണ് ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ തീരെ സമയം കിട്ടിയില്ല. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഒളവപ്പാറ 4 മണിക്ക് എത്തേണ്ടതിന് 4:30 ആയിപ്പോയി എത്തിയപ്പോൾ. തിരിച്ച് വന്ന് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതാണ്. ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ കഴിച്ച് വന്നതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കഴിച്ച പ്ലേറ്റൊക്കെ അവരവർ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ മോളെ ഞങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ ഈശാസ്കാരം കഴിഞ്ഞു. കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടായിരുന്നു, അതും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് കിട്ടുന്ന സമയമാണ് സൺഡേയിൽ ഞാൻ നാളത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം